കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലത്തും നല്ല പോലെ വഴുതനയിൽ നിന്നും വിളവ് ലഭിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ജൈവ വളപ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന വഴുതനയൊക്കെ നട്ടിരിക്കുന്നത് നിലത്ത് തന്നെയാണ്. പക്ഷേ നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് കുമ്മായം ഇട്ട് വെയിൽ കൊള്ളിച്ച് പുളിപ്പ് രസം കളഞ്ഞ മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിച്ചാൽ വഴുതന വാട്ടരോഗമൊന്നുമില്ലാതെ തഴച്ച് വളരുന്നത് കാണാം. മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കരിയിലയും വേപ്പിൻ പിണ്ണാക്കും സ്വല്പം എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വഴുതന തൈകൾ നട്ടിരിക്കുന്നത്. ഇത് കൂടാതെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ജൈവവളം തയ്യാറാക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുമൂലം നന്നായി തഴച്ചു വളരാനും നിറയെ പൂവിട്ട് കായ്ഫലം ലഭിക്കാനും ഇത് ഏറെ ഗുണം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ തോട്ടത്തിൽ 4 സൈസ് വഴുതനയാണുള്ളത്. അതിൽ നീളത്തിൽ പച്ച നിറത്തിലുള്ള വഴുതനയും പിന്നെ ഇതേപോലെ വയലറ്റ് നിറത്തിലുള്ള ഉണ്ട വഴുതനയും. ഇതിൽ നിന്നും നമുക്ക് ഇടക്കിടക്ക് വിളവ് ലഭിക്കാറുണ്ട്. ഈ കാണുന്ന പഴുത്ത വഴുതന വിത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഈ തൈകൾ കണ്ടാൽ കുറേ പ്രായമായ ചെടികളാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ ചെറിയ തൈകളാണ്. ഇതിൽ നിന്ന് ദീർഘകാല വിളവാണ് നമുക്ക് ലഭിക്കുക. ഈ വളം കൊടുക്കുന്നത് കൊണ്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. ഇത്തരം തൈകളിൽ നിന്ന് ദീർഘകാല വിളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചെലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ജൈവ വളക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് പലചരക്ക് കടകളിലും വളവും കീടനാശിനി വിൽക്കുന്ന ഷോപ്പുകളിലുമൊക്കെ ലഭിക്കും. 1 കിലോ കടലപ്പിണ്ണാക്കിന് 65-70 രൂപയുടെ ഇടയിലുണ്ട്. നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടത്തിലേക്ക് 1 കിലോ വാങ്ങി വെച്ചാൽ തന്നെ ധാരാളമായി. ഇത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റായ പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഉറുമ്പും ചെള്ളും പൂപ്പലും വന്ന് കേടുവന്ന് പോവുകയുള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുക്കണം. ഞാനിവിടെ 20 ലിറ്റർ അളവിലുള്ള ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 20 ലിറ്റർ അളവുള്ള ബക്കറ്റിലേക്ക് 1 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ശർക്കര ഉണ്ടെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ പിണ്ണാക്ക് പൊളിപ്പിക്കുമ്പോൾ ഉണ്ടാവാറുള്ള ബാഡ് സ്മെല്ലില്ലേ, അത് ഇല്ലാതായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, അധികം വെള്ളം വേണ്ട കേട്ടോ, പിണ്ണാക്ക് മുങ്ങാവുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ അടച്ച് തണലുള്ള സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. ദിവസം 1 നേരമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. 5 ദിവസമാണ് നമ്മളിങ്ങനെ മൂടി വെക്കേണ്ടത്. 5 ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് 20 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൽ നിന്നും ഓരോ കപ്പ് വീതം എടുത്ത് വഴുതനക്കും പച്ചമുളകിനും തക്കാളിക്കും തുടങ്ങിയ എല്ലാ പച്ചക്കറി ചെടികൾക്കും അതുപോലെ പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടിയുടെ കടഭാഗം നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെയുള്ള എല്ലാ പച്ചക്കറി ചെടികൾക്കും മഴയില്ലാത്ത സമയം നോക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടൽ പിണ്ണാക്ക് വിപണിയിൽ പൊടി രൂപത്തിലും ലഭ്യമാണ്. കൂടുതൽ നല്ലത് കേക്ക് രൂപത്തിലുള്ളതാണ്. നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാതെയാണ് നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചെടിയുടെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം സ്വല്പം വേപ്പൻ പിണ്ണാക്കും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ കൂടി പറയാം. കടലപ്പിണ്ണാക്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിൽ നൈട്രജൻ ചെടികളുടെ ഇലകളും തണ്ടുകളും നല്ല പച്ചപ്പോടെ വളരാൻ സഹായിക്കുന്നുണ്ട്. ഫോസ്ഫറസ് ആണെങ്കിൽ വേരുകളുടെ വളർച്ച ശക്തമാക്കുന്നു. അതുപോലെ പൊട്ടാസ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മികച്ച രീതിയിൽ പൂക്കാനും കായ്കൾ കിട്ടാനും സഹായിക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് പൊളിപ്പിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ ലളിതമായ രൂപത്തിലേക്ക് മാറുകയും ചെടികളുടെ വേരുകൾ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പുളിപ്പിച്ച പിണ്ണാക്ക് ഒഴിക്കുമ്പോൾ മണ്ണിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെയും സൂക്ഷ്മാണുക്കളുടെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമൂലം മണ്ണ് നല്ലതുപോലെ വായുസഞ്ചാരമുള്ളതായി മാറുകയും ചെയ്യും. വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുന്ന ചെടികൾക്ക് ഈ മിശ്രണം ഒഴിച്ചു കൊടുത്താൽ ഏതാനും ദിവസങ്ങൾക്കകം പുതിയ പുതിയ തളിരിലകളും മൊട്ടുകളും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വഴുതനക്കും മറ്റ് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും റോസിനും മുല്ലക്കും ഒക്കെ ഇത് അമൃതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരിക്കലൂടെ പറയാം. കടലപ്പിണ്ണാക്ക് 4-5 ദിവസം വെള്ളത്തിലിട്ട് നന്നായി പുളിപ്പിച്ച ശേഷം അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഏത് ചെടികൾക്കും കൊടുക്കാവൂ. അത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം.
ഓക്കെ, താങ്ക് യു.